നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പപ്പവും കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. ഈ ഒരു അപ്പം കുറച്ച് ഹെൽത്തി ആട്ടോ, കാരണം ഇതിൽ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല. വീഡിയോ ഫുള്ള് കാണുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൊണ്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ലൈക്കും ഒന്ന് സബ്സ്ക്രൈബോടെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കണേ. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി ബൗളിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി, അതായത് 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ 1/2 കപ്പ് ചെറിയ നാളികേരം, അതുപോലെ തന്നെ 1/2 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഗോതമ്പപ്പം കുറച്ച് ഹെൽത്തിയാണ്. അതായത് നമ്മൾ അപ്പം തയ്യാറാക്കുമ്പോൾ ഒന്നുകിൽ ഈസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പത്തിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല. പകരം ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. അതെന്ന് വെച്ചാൽ ഉഴുന്നാണ് നമ്മൾ ചേർക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് അറൗണ്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്താൽ മതിയാകും. ഉഴുന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 മുതൽ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അന്നേരം ഉഴുന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. ഇതിപ്പോൾ അരയ്ക്കുന്നതിന് ഒരു 1.5 മണിക്കൂർ മുന്നേ കുതിരാൻ വെച്ചതാട്ടോ. അപ്പം ഉഴുന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കളയേണ്ട, വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈസ്റ്റ് ചേർക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനത്തെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, കാരണം ഇത് നമുക്ക് എല്ലാം കൂടി മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കാനായിട്ടുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലെ ജാറിലോട്ട് എല്ലാ കാര്യങ്ങളും ചേർത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. പക്ഷേ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. അറൗണ്ട് ഒരു 1.25 കപ്പ് വെള്ളം എന്തായാലും ആവശ്യമായിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റ് ഒരു അളവ് പറയാൻ പറ്റില്ല, കാരണം ഓരോ ഗോതമ്പ് മാവ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി മിക്സിയുടെ വലിയ ജാറിലോട്ട് മാറ്റാം. സെയിം ബൗളിലോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 മുതൽ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതായത് ഇതിൽ ചേർത്ത നാളികേരവും ചോറും നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. ഇതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ കൂടിപ്പോയത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അപ്പ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടാണ് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്പം ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം ഇതിൽ ഉഴുന്ന് ചേർക്കേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ ഈസ്റ്റാണ് ചേർക്കേണ്ടത്. ഈസ്റ്റ് കുറച്ച് അധികം ചേർത്ത് കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ടോ നമുക്ക് അപ്പം തയ്യാറാക്കാം. ഇതിലിപ്പോൾ നമ്മൾ ഈസ്റ്റൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ളൊരു ഫെർമെൻറ്റേഷനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ തലേദിവസം രാത്രിയാണ് തയ്യാറാക്കി വെക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഈ ഒരു അപ്പം തയ്യാറാക്കുന്നത്. ഈ ഒരു അപ്പം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണം നിർബന്ധമില്ല. അങ്ങനത്തെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞതൊരു 7 മുതൽ 8 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒത്തിരി അങ്ങ് പുളിച്ചു പോയി കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് നന്നാവില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അറൗണ്ട് ഒരു 8 മണിക്കൂർ ആയിട്ടുണ്ടാവും. അപ്പത്തിൻ്റെ മാവ് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. അങ്ങനെ മാവ് നന്നായിട്ടൊന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈസ്റ്റ് ചേർക്കുന്നതിനൊക്കെ അങ്ങനെ ഒത്തിരി അങ്ങ് പുളിച്ച് വരില്ല. ഇതിപ്പോൾ നമ്മൾ ആ ഉഴുന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു അളവിലാണ് വരുന്നത്. പിന്നെ കുറച്ചും കൂടി കൂടുതൽ സമയം വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് പുളിച്ച് കിട്ടും. പക്ഷേ ഗോതമ്പപ്പം ഒത്തിരി അങ്ങ് പുളിച്ച് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് അത്രയ്ക്ക് നന്നാവില്ല. അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അതുപോലെ തന്നെ ഈസ്റ്റ് ചേർക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിന് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഈ മാവിലോട്ട് 2 കാര്യങ്ങൾ ചേർക്കാനായിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂണ് പച്ച വെളിച്ചെണ്ണ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കുകയും ചെയ്യും. അപ്പം നല്ലൊരു മയം ഉണ്ടാവും. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് തന്നെ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ചട്നിയും കൂടെ നമുക്ക് തയ്യാറാക്കാം. ഇതിനായി മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു 6 മുതൽ 7 ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ 2 ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം.
കുറച്ച് ഇഞ്ചി അധികം ചേർക്കേണ്ട, ഈ ഒരു അളവിൽ ചേർത്താൽ മതിയാകും. പിന്നെ കുറച്ച് നാളികേരം, നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് നാളികേരം ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനൊപ്പം എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ എരിവിന് ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. ഇതുപോലെ നമ്മൾ സാധാരണ തോരത്തിനൊക്കെ ചെയ്തെടുക്കുന്ന കണക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. അതുപോലെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. 2-3 പ്രാവശ്യം പൾസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ, ഇതിൽ ആ ഉള്ളിയുടെ ഈർപ്പം ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ചട്നിക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ വറ്റൽമുളക്, കരിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ചട്നിക്കൂട്ട് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് നാളികേരത്തിൻ്റെ ഒരു ചെറിയ ഈർപ്പം ഉണ്ടാവില്ല, അതൊക്കെ മാറി കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടണം. ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കല്ലേ. മാക്സിമം ഒരു 2 മുതൽ 3 മിനിറ്റ് ഇതുപോലെ വഴറ്റിയെടുത്താൽ മതിയാകും. ഈ ഒരു ചമ്മന്തിയുടെ പേരെന്ന് പറയുന്നത് തോരൻ ചമ്മന്തിയാണ്. മിക്കവർക്കും അറിയുന്ന റെസിപ്പിയാണ്. ഇപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിൽ തട്ടിക്കൂട്ടി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. സാധാരണയായിട്ട് അപ്പത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുട്ടക്കറിയാണ്. പക്ഷേ നമ്മൾ തിരക്കുള്ള ദിവസങ്ങളിൽ തട്ടിക്കൂട്ടി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അങ്ങനത്തെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അപ്പം തയ്യാറാക്കാം. ദോശത്തവ നന്നായിട്ട് ചൂടായതിന് ശേഷം മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി കൊടുക്കണേ. കൂട്ടി വയ്ക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് വന്നിട്ടുണ്ടാവും. ഒന്ന് സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കുത്തുകൾ വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി വന്നാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം 1 മുതൽ 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ അപ്പച്ചട്ടിയിലും തയ്യാറാക്കാൻ കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് അപ്പം തയ്യാറാക്കുന്നത്. അങ്ങനെ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അടച്ചു വെച്ചുകൊണ്ട് തന്നെ ചെറിയൊരു വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാകും. കുറച്ച് സമയമാകുമ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പം മാറിക്കിട്ടും. അങ്ങനെ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നോക്കൂ, നല്ല സോഫ്റ്റ് അപ്പമാണ്. അതുപോലെ തന്നെ നല്ലൊരു മണവും വരുന്നുണ്ട്. കാരണം ഈസ്റ്റ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക, നാളികേരത്തിൻ്റെയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെയൊക്കെ നല്ലൊരു മണം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പുറഭാഗം കണ്ടോ, ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അടുത്തതും ഇതുപോലെ ഒന്ന് തയ്യാറാക്കാം. അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അളവിൽ ഒരു 6 മുതൽ 7 അപ്പം തയ്യാറാക്കാൻ പറ്റും. നോക്കൂ, നല്ല സോഫ്റ്റ് അപ്പമാണ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഗോതമ്പ് അപ്പവും തോരൻ ചമ്മന്തിയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് നോക്കൂ, അപ്പം നല്ല സോഫ്റ്റാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കാം കേട്ടോ. ഞാൻ ലാസ്റ്റ് ആയപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ലാസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ ആ ഒരു കുത്തൊക്കെ വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ തന്നെ ചേർത്തിട്ടുണ്ട്. നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. ഇതിപ്പോൾ നല്ല സോഫ്റ്റാണ്. അതെ നോക്കൂ, ഇതുപോലെ എന്ത് സോഫ്റ്റായിട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഗോതമ്പ് വെച്ചിട്ട് ദോശ അല്ലെങ്കിൽ പുട്ടും അല്ലെങ്കിൽ ചപ്പാത്തി ഇതൊക്കെ നമ്മൾ എന്നും കഴിക്കുമ്പോൾ ചെറിയൊരു മടുപ്പുണ്ടാവില്ലേ. അപ്പോൾ അതിന് പകരം ഇതുപോലെ അപ്പം തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും. നല്ല സോഫ്റ്റായിട്ടോ കാണുന്നുണ്ടല്ലോ. ആ ഒരു വെളിച്ചെണ്ണയൊക്കെ മസ്റ്റായിട്ട് ചേർക്കണേ. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു മയവും കിട്ടും. അതുപോലെ തന്നെ പ്രത്യേക ഒരു സ്വാദുമാണ്. അപ്പോൾ ഇത് രണ്ടും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കൊണ്ട് അറിയിക്കാൻ മറക്കരുതേ. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.